സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം 86 നിയോജക മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികൾക്ക് ബ്ലാക്ക് സ്റ്റോണും അതോടൊപ്പം തന്നെ KKRും ഫണ്ട് നൽകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ ഈ പണം കൈപ്പറ്റുന്നതിൻ്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ച ആ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് സ്വകാര്യ മേഖലയിലുള്ള ഹോസ്പിറ്റൽ മാഫിയയ്ക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന്. പൂർണ്ണമായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രികളെ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളെ, താലൂക്ക് ആശുപത്രികളെ, ജനറൽ ആശുപത്രികളെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ പ്രഖ്യാപനമാണത്. അതിൻ്റെ പിന്നിൽ വൻ അഴിമതിയുണ്ട്. ഈ സ്വകാര്യ ആശുപത്രി മാഫിയയുടെ കയ്യിലെ കളിപ്പാവയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി വെറും 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. 9-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നുള്ളത് UDF നേതാക്കൾ ഹോസ്പിറ്റൽ മാഫിയകളിൽ നിന്നും ഫണ്ട് വാങ്ങിയിരിക്കുന്നു, അതിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആരോപണങ്ങൾക്ക് പിന്നിൽ? സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം 86 നിയോജക മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികൾക്ക് ബ്ലാക്ക് സ്റ്റോണും അതോടൊപ്പം തന്നെ KKRും ഫണ്ട് നൽകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് കൂടാതെ തന്നെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ക്യാഷ് ഇവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഇപ്പോൾ ഒരു ടയോട്ടയുടെ ഹൈബ്രിഡ് വണ്ടിയിലാണ്, അതായത് രജിസ്റ്റേർഡ് വണ്ടിയിലാണ് ഇവരെ ക്യാഷ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും സത്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽ കൂടി ഈ കാര്യം പതിയുന്നത് നല്ലതാണ്. ഈ 86 നിയോജക മണ്ഡലങ്ങൾ ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ വിശദ വിവരങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഈ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ ഈ പണം കൈപ്പറ്റുന്നതിൻ്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു പ്രതിഭാസമായിട്ട് ആയിരിക്കും ഒരു പക്ഷേ എല്ലാവരും വിശേഷിപ്പിക്കുക. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതിനെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ആളുകളുടെയൊക്കെ ഒരു വലിയ ലിസ്റ്റ് വായിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് സംഭാവനയൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഈ സംഭാവനകൾ മേടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഗൂഢമായ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം സാധിച്ചു തരാം അല്ലെങ്കിൽ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക കക്ഷിക്ക് മാത്രമായിട്ട് പണം നൽകുന്നതിനെ അഴിമതിയായിട്ട് കാണേണ്ടതുണ്ടോ എന്നുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ച ആ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് സ്വകാര്യ മേഖലയിലുള്ള ഹോസ്പിറ്റൽ മാഫിയയ്ക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ പോലെ ഇത്രയും സുതാര്യമായിട്ട് ഗവൺമെന്റിന്റെ കീഴിൽ ആശുപത്രികൾ പ്രവർത്തിക്കുന്ന മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ ഏകദേശം 11 കോടിക്ക് മുകളിൽ ആളുകൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു വർഷത്തെ കണക്കാണ് പറയുന്നത്. അപ്പം 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിലേക്കാണ് 11 കോടി ആളുകൾ ചികിത്സ തേടിയെന്ന് ചോദിക്കും. പക്ഷേ ഒരാൾ തന്നെ പല പ്രാവശ്യം ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ 11 കോടിയുടെ കണക്ക് പറയാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കാരണം. നമ്മളൊരു കാര്യം പരിശോധിക്കേണ്ട വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്വകാര്യ മേഖലയിലെ എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ആശുപത്രികളെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. കാരണം പണ്ടത്തെ ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രികളിലേക്കൊന്നും നമുക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അവിടുത്തെ ദുർഗന്ധം വമിക്കുന്ന ഒരു പരിസ്ഥിതി, അതോടൊപ്പം തന്നെ ഈ മൂട്ടയുള്ള ബെഡുകൾ അല്ലെങ്കിൽ കറങ്ങാത്ത ഫാനുകൾ, ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ച് ഇന്ന് സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലുകളോട് തന്നെ കിടപിടിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഗവൺമെൻറ് ആശുപത്രികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് സ്വകാര്യ മേഖലയ്ക്ക് എന്നും ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വകാര്യ മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യ ചികിത്സ നൽകുന്ന ഗവൺമെൻറ് ആശുപത്രികളെ പരിപൂർണമായിട്ടും തകർക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വെറും 43 പരാതികൾ മാത്രം ഉയർന്നിട്ടുള്ള ഗവൺമെൻറ് മേഖലയെ
ഭയങ്കരമായ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ ആരോഗ്യ മേഖല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും UDFന്റെ നേതാക്കന്മാരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ പറയേണ്ടത്. അതിന് കാരണം എന്താണ്? ആ കാരണത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്ന സമയത്താണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ സ്വകാര്യ ആശുപത്രി മാഫിയയുടെ കയ്യിലെ കളിപ്പാവയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണത്തിലില്ലാതിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. ആ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തേണ്ടതുണ്ട്. ഈ അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട് ഇവരെ സംബന്ധിച്ചിട്ട് പ്രവർത്തകരെ വളരെ ആക്റ്റീവായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് പണം പമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പൈസ പമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആ പൈസ പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ വയനാട് ഫണ്ട് പിരിച്ച്, ആപ്പിലൂടെയൊക്കെ പിരിച്ചിരിക്കുന്ന ഫണ്ട് ഏകദേശം 54 കോടി രൂപയ്ക്ക് മുകളിലാണെന്നാണ് പറയുന്നത്. ആ പൈസ ഉൾപ്പെടെ, അതുകൂടാതെ പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനയെ സ്വീകരിച്ചിരിക്കുന്ന ഫണ്ട് കൂടാതെ ഇതുപോലെയുള്ള സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ മാഫിയകളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത്. നിയമപരമായിട്ട് കൈപ്പറ്റിയിരിക്കുന്ന തുകയ്ക്ക് പുറകെയാണ് ഞാൻ പറയുന്നത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ 86 UDF സ്ഥാനാർത്ഥികൾക്ക് KKRഉം ബ്ലാക്ക് സ്റ്റോണും ലിക്വിഡ് ക്യാഷ് ആയിട്ട് പണം കൈമാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അത് എത്ര വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് എന്നറിയോ? കാരണം ഇലക്ഷന് മേടിച്ചു കൊള്ളട്ടെ, തെരഞ്ഞെടുപ്പ് ഫണ്ട് ആർക്കും മേടിക്കാം, പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികളെ തകർക്കാം എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇവർ ഈ ഫണ്ട് കൈപ്പറ്റുന്നത്. അതുകൂടാതെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് വഴിയായിട്ട് 25 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഈ 25 ലക്ഷം രൂപ ലഭിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകളും സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒഴുകി തുടങ്ങും. സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തി ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഇൻഷുറൻസ് കമ്പനികൾ തീരുമാനിക്കും ഈ ഹോസ്പിറ്റലിൽ ആർക്കൊക്കെ ഏതൊക്കെ സമയത്ത് OP അനുവദിക്കണമെന്ന്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ വീട്ടിൽ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അതേ രീതിയിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള കാര്യം അതീവ ഗൗരവത്തോടു കൂടി കേരളത്തിലെ പ്രബുദ്ധരായ മലയാളി സമൂഹം ഉൾക്കൊള്ളാതിരുന്നു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ മാഫിയ നമ്മുടെ കേരളത്തെ വിഴുങ്ങും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ തങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് തങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന്. അത് എത്ര വലിയ അപകടമാണ് കേരളത്തിന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരുവിധ ധാരണയുമില്ല. ഇവിടുത്തെ പൂർണ്ണമായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രികളെ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളെ, താലൂക്ക് ആശുപത്രികളെ, ജനറൽ ആശുപത്രികളെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ പ്രഖ്യാപനമാണത്. അതിൻ്റെ പിന്നിൽ വൻ അഴിമതിയുണ്ട്. ഈ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ മൾട്ടി ഹോസ്പിറ്റൽ ശൃംഖലയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ഈ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ടോറൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഡിയോ വാസ്കുലർ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഇവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ്, വളരെ വില കൂറിയ മരുന്നുകളാണ് ഈ ടൊറന്റോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിയുടെ കൈവശം നിന്ന് കോൺഗ്രസ് പാർട്ടി കൈപ്പറ്റിയിട്ടുള്ള 21 കോടിയോളം രൂപയാണ്. നിഷേധിക്കാൻ സാധിക്കുമെങ്കിൽ നിഷേധിക്കട്ടെ. സിപ്ല എന്ന് പറയുന്ന കമ്പനിയുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ്. ഈ നാട്ടിലുള്ള ഡോക്ടർമാർക്ക് മൊത്തം കൊണ്ടുപോയി സാമ്പിളും പൈസയും ഗിഫ്റ്റും എന്താ പറയുക പിന്നെ ട്രിപ്പുകളും ഒക്കെ ഓഫർ ചെയ്തുകൊണ്ട് ഇവർ ഡോക്ടർമാരെ കച്ചവടക്കാരാക്കി മാറ്റിയതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് ഈ സിപ്ല കമ്പനി എന്ന് പറയുന്നത്. ഈ സിപ്ല കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് 17 കോടി രൂപയാണ്. അതോടൊപ്പം തന്നെ നാറ്റ്കോ ഫാർമ കൊടുത്തിരിക്കുന്നത് 12.5 കോടി രൂപയാണ്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി 11 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു പട്ടിക തന്നെയുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നൽകിയിരിക്കുന്ന ഡൊണേഷൻ എന്ന് പറയുന്നത്. ഡൊണേഷൻ വാങ്ങിച്ചുകൊള്ളട്ടെ, പക്ഷെ ആ ഡൊണേഷന്റെ പേരിൽ
കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളെ തകർക്കാനുള്ള ഒരു കൊട്ടേഷനാണ് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. 9-ാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുന്ന സമയത്ത് ഓരോ മലയാളിയും ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പണമായിട്ട് കോൺഗ്രസ്സുകാർ എന്തെങ്കിലുമൊക്കെ നൽകിയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളായിട്ട് നിങ്ങൾക്ക് കോൺഗ്രസ്സുകാർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവാം. ഓർക്കുക, കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളെ തകർത്തുകൊണ്ട് സ്വകാര്യ ആശുപത്രി മാഫിയയ്ക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വാങ്ങിയിട്ടുള്ള കോഴപ്പണത്തിന്റെ പങ്കാണ് നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നത്. നാളെ UDF സംവിധാനം കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രികളെ ഇല്ലായ്മ ചെയ്യും. പാവപ്പെട്ടവര് പിന്നെ പ്രൈവറ്റ് ആശുപത്രിയുടെ മുമ്പിൽ പോയി കൈകൂപ്പി നിൽക്കേണ്ട ഗതികേടുണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതമാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലെ എത്രയെത്ര കോൺഗ്രസ് നേതാക്കന്മാർ, നമ്മൾ ആ ലിസ്റ്റ് നമ്മളുടെ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പാണ്, അതിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഓരോ സ്ഥാനാർത്ഥിയും പണം കൈപ്പറ്റുന്നതിനൊന്നും നമ്മൾ ഡൊണേഷൻ സംഭാവന വാങ്ങിക്കുന്നതിനൊന്നും നമുക്ക് എതിർക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. വാങ്ങിച്ചുകൊള്ളട്ടെ, പക്ഷെ അതിന് പ്രത്യുപകാരമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളെ തകർത്തുകൊണ്ട് ഈ പറഞ്ഞ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി വഴിവെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് കോൺഗ്രസ് പാർട്ടി നടത്തുന്നത് എങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും കേരളത്തിലുണ്ടാവുക. വരും ഭാവിയിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞ 11 കോടിയോളം ആളുകൾ പല പ്രാവശ്യമായിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് സമീപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം ആളുകളാണ് ഗവൺമെൻറ് ആശുപത്രിയെ സമീപിക്കുന്നത്, മെഡിക്കൽ കോളേജുകളെ സമീപിക്കുന്നത്. അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകളെയും, അതായത് സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കാൻ ശേഷിയുള്ള നമ്മളുടെ ഗവൺമെൻറ് ആശുപത്രിയുടെ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും അതിശക്തമായിട്ട് അതിനെ എതിർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം.